ചുങ്കത് ജ്വല്ലറി 5 മിനിറ്റ്സ് ഫൺ സ്റ്റാറിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ചിരിക്കാൻ നിങ്ങൾ റെഡിയായല്ലോ, ചിരിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണ്. ഫ്ലൈറ്റ് പോവാൻ നിക്കണായി. ഇക്ക ഇട്ട ഇപ്പ ഇന്ത ഇങ്ക ഇണ്ണ ഇത്ത ഇല്ല. ആടിമീശ വെട്ടേം വേണ്ട, തലയ്ക്കകത്തൊരു പുല്ലും വേണ്ട, മോൻ തന്നെ ഞങ്ങളുടെ മൂക്കട മണവാളൻ. പരിപ്പ് കുത്തി പാച്ചോറാക്കി ഞാനുണ്ട്, സീതമുണ്ട്. സീതയുടെ പേരെന്തോ? നിങ്ങൾ കളിച്ച സ്ഥിതിക്ക് ഞാൻ കളിക്കാതിരുന്നാൽ അതൊരു വൻ തോൽവി. ചിരിച്ചു തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. കോമഡിയുടെ സുൽത്താൻ നാദിർ ഷാ, കോമഡിയുടെ രാജാവ് KS പ്രസാദ്. ഇന്നത്തെ സെലിബ്രിറ്റി ജഡ്ജായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് കരുത്തുറ്റ ഒരു സ്ത്രീ കഥാപാത്രമാണ്. മലയാള സിനിമയിൽ തൊട്ടതെല്ലാം പൊന്നാക്കിയ മലയാള സിനിമയുടെ പൊന്നോമന പുത്രി, മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകം പൊന്നമ്മ ബാബു. പൊന്നൂസേ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. പുതിയ സിനിമകൾ പുതിയ റിലീസ് ചെയ്യാനുള്ള പടം ഇനി ജോഷി സാറിൻ്റെ സലാം കാശ്മീർ, ലോ പോയിൻ്റ്, പിന്നെ ഓൺ ദ വേ, അവർ ഇരുവരും, പിന്നെ ജസ്റ്റ് മാരീഡ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പോളിടെക്നിക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പടം, അങ്ങനെ കുറച്ച് പടം. ഒരു എപ്പിസോഡ് തികയില്ല ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന വരാൻ പോകുന്ന ചിത്രങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമാണ് ഇപ്പോൾ പൊന്നമ്മ ബാബു എന്ന്. ചേച്ചിയെ ഈ വേദിയിൽ ഞങ്ങൾക്ക് കിട്ടിയതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷമാണ്. കോമഡി ആസ്വദിക്കാൻ, ചിരിക്കാൻ റെഡിയല്ലേ? തീർച്ചയായും. ഈ പ്രോഗ്രാം കാണാറുണ്ടോ? ഈ പ്രോഗ്രാം കാണാറുണ്ട്. നന്നായിട്ട് നല്ല പ്രോഗ്രാമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ ജഡ്ജായിട്ടിരിക്കുന്ന ആരൊക്കെയാ? പുലികളല്ലേ? പുലികള്. നാദിർ ഷാ, നമ്മുടെ പ്രസാദ് ജി, മോശക്കാരല്ലല്ലോ. അതെ, എന്തായാലും സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സീറ്റിലേക്ക് ഇരിക്കാം. താങ്ക് യു. ചുങ്കത് ജ്വല്ലറി 5 മിനിറ്റ്സ് ഫൺ സ്റ്റാറിൽ ഇനി നമുക്ക് ചിരിച്ചു തുടങ്ങാം. ഇനി നമ്മുടെ ആദ്യത്തെ ടീമിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഫേവറേറ്റ് റൗണ്ടിൽ ലൈവ് സ്കിറ്റുമായിട്ട് വരുന്നു ടീം ചമയം. അല്ല മധു, എന്തെങ്ങനെ ആലോചിച്ചിരിക്കുന്നു? അല്ല, ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. വെറുതെ നമ്മുടെ ടീമിന്റെ ക്യാപ്റ്റൻ അല്ലേ? ഞാനാണ് ടീമിന്റെ. അപ്പൊ നമുക്ക് പ്രോഗ്രാം റിഹേഴ്സൽ ഒന്നും വേണ്ട. അപ്പൊ റിഹേഴ്സൽ ഒക്കെ ചെയ്ത് ഫസ്റ്റ് ഐറ്റം റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. പക്ഷെ നമുക്ക് ഭക്ഷണം എന്തെങ്കിലും കഴിക്കണമല്ലോ, നിർബന്ധമല്ലേ? അപ്പൊ ഭക്ഷണം എന്തെങ്കിലും കഴിക്കണമെങ്കിൽ കോഴക്കാന്റെ പിടിയെ പറ്റി സാധനം വാങ്ങണം. അപ്പൊ ഒന്നൊരു കാര്യം ചെയ്യാം, നേരെ കോഴക്കാന്റെ പിടിയിലേക്ക് പോവാം. ഓക്കെ. നിങ്ങളെ ഒരു കടയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ടീം ചമയം. നിരവധി രസക്കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കുന്ന നമ്മുടെ ഗ്രാമപ്രദേശങ്ങൾ, ഒരു കൊച്ചു ഗ്രാമത്തിലെ കവലയിൽ നടക്കുന്ന രസവിശേഷങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് ടീം ചമയം. ആയലരികത്ത് ബലയെറിഞ്ഞപ്പ ബളകിലൂക്കിയ സുന്ദരി പെണ്ണ് കെട്ടിന് കുറിയെത്തുമ്പോൾ ഒരു നറുക്കിത് ചേർക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പടച്ച തമ്പുരാനെ, ഇന്ന് നല്ലൊരു കൈനീട്ടം കിട്ടണേ. അത് മാത്രല്ല ബദരീങ്ങളെ, നിങ്ങള് കാത്തോളണേ. നല്ല സ്ഥലത്തേക്ക് തന്നെ പോയത്. നാനോക്കാരുമായിരുന്നു എലി. അല്ല, നിങ്ങൾ ഇവിടെ മൃഗാശുപത്രി ഒക്കെ നടത്തണ്ടോ? മൃഗാശുപത്രി അല്ല, നമ്മൾ വൈകുന്നേരം പീടിയ പൊട്ടി കഴിഞ്ഞാൽ നാട്ടിൽ നായ്ക്കൾ മൊത്തം പീടിയ കൊല്ലാനാണ് തന്നെ. ഓ, 100 രൂപ. എന്നാക്കെയോ 100 രൂപ. 100 രൂപ. ഇതെന്തിനാണിത്? ഇന്നലെ വൈകിട്ട് എന്റെ അച്ഛൻ വന്ന് ഇവിടുന്ന് സാധനം വാങ്ങിച്ചത്, അതിന്റെ പൈസയാ. ഇന്നലെ വൈകുന്നേരം നമ്മളോട് മറന്നു വയ്ക്കുന്നിട്ടാ. അച്ഛൻ കുടിച്ച് ഫിറ്റ് ആയോണ്ട് തരാൻ മറന്നു. അച്ഛൻ എല്ലപ്പോ ഇങ്ങനെ തന്നെ, അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ല. ചെല്ലുന്നാല് ഓക്കെ. എന്താ ഈ വന്ന പയ്യനെ കണ്ട? നമ്മളെ നാട്ടിൽ ഇത്രക്ക് നല്ല, അതായത് പ്രായമുള്ളവരോട് ബഹുമാനം, സ്നേഹം, ആദരവ്, ഇത്രക്ക് തങ്കപ്പെട്ടൊരു പയ്യൻ നാട്ടിൽ വേറെ. ശരി, തങ്കപ്പേട്ടന്റെ മോനാണ്. തങ്കപ്പെട്ട മോനെ, തങ്കപ്പെട്ട മകൻ. ശരി, അങ്ങനെ. ഓ, എന്റെ കേട്ട രോമൊക്കെ എങ്ങനെ എഴുന്നേറ്റ് അങ്ങനെ ഫ്ലൈറ്റ് പോവാൻ നിക്കണായി. ഇക്ക ഇട്ട ഇപ്പ ഇന്ത ഇങ്ക ഇണ്ണ ഇത്ത ഇല്ല. തങ്കപ്പെട്ടന്റെ മോനെ. എന്റെ പണി എന്താ? എന്റെ പണി എന്താ?
തെങ്ങമ്മക്കാരല്ലേ? തെങ്ങമ്മക്കാരില് എന്നോട് തെങ്ങമ്മക്കാരൻ ഞാൻ നമ്മളെ ബീബീനെ ഏൽപ്പിച്ചിരിക്കും എന്തേ വരാണ്ടെന്തേ എടേ എന്ന് മെനിയാന്ന് തെങ്ങമ്മക്കാരൻ പറഞ്ഞ എന്നോട് എന്റെ മെനിയാന്ന് പറഞ്ഞാല് എമ്മാതിരി ജാതി മഴയാണ്. നമ്മൾ പരനാട്ട് കേക്ക് ആ. ഈ പറമ്പിൽ വന്നിരിക്കുന്ന ബീവി പറഞ്ഞ് ആ. ഒരൊറ്റ തെങ്ങമ്മക്കാരാണ്ട് അവസാനത്തെ തെങ്ങിന്റെ മോള് ഹാജിയാരെ തെങ്ങ് 168 നെയ്തി പോയെന്തേ അതന്നെ ഞാൻ പറഞ്ഞോട് മനസ്സിലാക്കി അതാ പറയ് കേക്കട്ടെ. അതായത് ആ. മിഞ്ഞാന്നൊക്കെ പെയ്ത മഴ എന്താണ് നല്ല മഴ പെയ്തില്ല. എമ്മാതിരി ഇടിയുമായിട്ട് മഴ പെയ്യ സാർ മഴയാണ് ആ അപ്പൊ ഈ തെങ്ങുമ്പോ കയറാൻ കഴിയോ ഫുള്ള് വഴുക്കല്ലേ തെങ്ങിന്റെ മോള് ആ. പിന്നെ 168 അതിനെ കൊണ്ട് ഞാൻ എഴുതിച്ചാ 168 ആ. ആചാര് തെങ്ങ് 168 തെങ്ങ് 168 അതായത് ഒന്ന് ഉണങ്ങട്ടെ നല്ല കയറാൻ കഴിയുള്ളൂ എന്നൊക്കെ തല്ലിപ്പരനല്ലേ ഇവിടെ ഏ? വന്നിരിക്ക്. പത്രം കൂട്ടിന്റെ ഇത് എന്റെ പീടിയാണ് ആയിക്കോട്ടെ. ഇവിടെ പത്രം ഇടുന്ന ഞമ്മളാണ് ആയിക്കോട്ടെ. അപ്പൊ ഞാനൊന്ന് വായിക്കട്ടെ ഇയ്യല്ലത് വായിക്കണ്ട ഞാനാണ് വായിക്കണ്ട കേട്ടോ വായിച്ചോളി. ആ ആദ്യം തന്നെ എനിക്ക് പറ്റിയ വാർത്ത ഉള്ളത് എന്താണ് തെങ്ങിൽ നിന്ന് വീണ് മരിച്ചു തെങ്ങുമ്പോ കയറി നിക്കണ്ടല്ലോ തേങ്ങ പറിച്ചും കറിഞ്ഞാ പോരെ പാമ്പ് കടിയേറ്റ് മരിച്ചു കിട്ടണം പാമ്പിന് അങ്ങനെ തന്നെ അതേ പാമ്പിന് ലേശ അഹങ്കാരം കൂടുതലാ അതെന്താടോ അതുണ്ട് നാട്ടുകാരെ കടിക്കാൻ തുടങ്ങി എത്ര കാലായി പാമ്പ് പാമ്പിന് തിരിച്ചൊരു കടി അങ്ങോട്ടും കിട്ടട്ടെ അതല്ലടോ ഏ പാമ്പ് കടിയേറ്റ് ഒരാൾ മരിച്ചെന്നാ പറഞ്ഞേ തന്നെ അങ്ങനെ അല്ലേ എന്നെ ഈ പത്രം ഇനി വായിക്കണ്ട ഞാനേ ഇത് പഞ്ചായത്താക്കിന് അപ്പുറത്തേക്ക് വെക്കാൻ പോവാ. അല്ല ഏ? ഒരൊറ്റ മിനിറ്റ് ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുന്നുണ്ട് ഈ പഞ്ചായത്താക്കിന്റെ മുകളിൽ എന്തിനാ ഈ മുളക് പൊടി നീതിച്ച് അത് ആ. എറുമ്പ് കേറാണ്ട് കണ്ടിട്ടാ തന്നെ ശരി പിന്നെ കുറച്ച് ഉറുമ്പ് പൊടി വായിക്കാം ഉറുമ്പ് പൊടിയിട്ടാ ഞാൻ ആലോചിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ചിന്തിക്കാണ്ടല്ല അതെ. നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ആയിക്കോട്ടെ ആ ഓണോ ഹലോ ഹലോ ആ ഞാനാണ് ആചാര്യ ബിരിയാണി ഒക്കെ പറഞ്ഞ സുലൈമാനാണ്. ആ സുലൈമാനെ എന്തൊക്കെയാണ് വിശേഷം പറയും നല്ല വർത്താനം ആചാര്യ ബിരിയാണിക്കും നെയ്ച്ചോറിനൊക്കെ പറ്റും നല്ല അരി ഏതാണുള്ളത് അവിടെ? ബിരിയാണിക്ക് നെച്ചോറിനും പറ്റുന്ന അരി ഉണ്ട് നമ്മൾ പറഞ്ഞുതരാം ആ. അതായത് ആ ആദ്യത്തെ ചാക്ക് കാണുന്നത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ. നല്ല കളറാ ബന്ധു കഴിഞ്ഞാല് ആ, ആ. അതിന്റെ അപ്പുറത്തെ ചാക്കിലാണെങ്കിൽ ആ. എന്താണ് കുറച്ച് ബേവ് കൂടുതലാണ് ആ. അണക്ക് പറ്റുന്ന അതിന്റെ അപ്പുറത്തെ ചാക്കിലേരി എന്താ വെച്ചാൽ അതിന്റെ അകത്ത് കുറച്ച് കല്ലും മണ്ണും കുഴിയും മണ്ണൊക്കെ ഉണ്ട് ഹലോ അയ്യൊരു കാര്യം ഞങ്ങള് നിങ്ങൾ ആ ലാസ്റ്റ് നോക്കിയ ആ അരിയില്ലേ ആ കല്ലും മണ്ണൊക്കെ ഉള്ള അരി? കല്ലും മണ്ണൊക്കെ ഉള്ള, ആ, അതൊരു 5 കിലോ വേണം എന്തിനാണ്ട് അനക്ക് എനിക്ക് മുറ്റൊക്കെ ഒന്ന് കോൺക്രീറ്റ് ചെയ്യാം ചെറുക്കാണ്ട് പോയി ഞാൻ. ഓ ഓ. എന്താ മോനെ ബണ്ടോ ഞാനേ ആ. ബൈപ്പാസിലൊന്ന് പോണം. ബൈപ്പാസാ ബൈപ്പാസ് ബൈപ്പാസ് അതായത് പെണ്ണുങ്ങളെ പേരാ. അതിനെ കൊണ്ടാണെങ്കിൽ മൊഞ്ചനായിട്ട് ഇറങ്ങിയതില്ലേ എന്തെത്താണ്ട് അവിടെ വിശേഷം അവിടെ ആ. ഇന്നൊരു എൻഗേജ്മെന്റ് ഉണ്ട്. അല്ലാന്റെ പഠിച്ചോനെ അതെപ്പനി മോനെ എന്ത്? എന്റെ ഓളെ